ക്രെഡിറ്റ് കാർഡുകളും അവയുടെ ഉപയോഗവും തിരിച്ചടവും അറിഞ്ഞിരിക്കേണ്ട നിയമവശങ്ങൾ എന്തൊക്കെയാണ്? പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ് സംസാരിക്കുന്നു. ലോ പോയിന്റ്. ഓക്കെ, നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ജോലി ഈടെ നഷ്ടപ്പെട്ടു. സ്വാഭാവികമായിട്ടും ഇവിടെ ജീവിക്കുന്ന ആളായതുകൊണ്ട് ആളുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ഇനി അങ്ങോട്ടേക്ക് ഫർദർ പുള്ളിക്ക് തിരിച്ചടവെന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടാവും. എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ലീഗൽ ഫോർമാലിറ്റീസ്? ക്രെഡിറ്റ് കാർഡിനെ സംബന്ധിച്ച് ഒന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ളത് തന്നെയാണ്, കടം വാങ്ങിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു യാഥാർത്ഥ്യമായ. അതായത് നമ്മൾ പറയില്ല, പ്ലാസ്റ്റിക് മണി, അതാണ് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് പണ്ടൊക്കെ പറയുന്നത്. അത് ഒരു ബ്ലേഡാണിത്. അത് കൊണ്ട് നമുക്ക് കഴുത്തിറക്കാം, അതുകൊണ്ട് നമുക്ക് കേക്കും കട്ട് ചെയ്യാം. അങ്ങനെയാണ് ഇവിടെ എല്ലാവരും പറയുക. അപ്പോൾ അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡുകൾ ഡിഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ബാങ്ക് അത് കളക്ട് ചെയ്യാനുള്ള പല മാർഗ്ഗങ്ങൾ നോക്കും. 2020 ശേഷം വന്ന പുതിയ നിയമപ്രകാരം ക്രെഡിറ്റ് കാർഡ് ഡിഫോൾട്ട് ഡയറക്റ്റായിട്ട് കേസ് ഫയൽ ചെയ്യാൻ പറ്റും. നമ്മൾ ക്രെഡിറ്റ് കാർഡിന് എടുക്കുന്ന സമയത്ത് നമ്മൾ ചെക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഡയറക്റ്റ് ചെക്ക് എക്സിക്യൂഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ആ പൈസ കൊടുക്കാതെ പിന്നെ നമുക്ക് UAE വിട്ടു പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ ട്രാവൽ ബാൻ ചെയ്യും. കേസ് കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അവർ ആദ്യം തന്നെ ട്രാവൽ ബാൻ ചെയ്യും. ട്രാവൽ ബാൻ ചെയ്താൽ ആൾ നമ്മളെ പിടിച്ച് അകത്ത് ജയിലിടുന്നില്ല. പക്ഷേ നമുക്ക് ആ പൈസ കൊടുക്കാതെ UAE നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, അങ്ങനെ വരുമ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ അവർ ഫുൾ എമൗണ്ട് ക്ലെയിം ചെയ്യും, കൊടുത്തത് ചിലപ്പോൾ കാണിക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കോടതിയിൽ വന്നിട്ട്, കോടതിയിൽ പോയിട്ട് നമുക്ക് നമ്മൾ കൊടുത്ത ഇൻട്രസ്റ്റ് അതുപോലെ തന്നെ നമ്മൾ കൊടുത്ത എമൗണ്ട് കുറയ്ക്കാനായിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കോടതിയോട് ആവശ്യപ്പെടാം. അത് ആവശ്യപ്പെട്ടതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് കുറവ് ചെയ്ത് തരും. പിന്നെ ഇൻസ്റ്റാൾമെൻറ്റ് പ്രയർ നമുക്ക് ആവശ്യപ്പെടാം. അങ്ങനെയൊക്കെ അവസരങ്ങളുണ്ടെങ്കിൽ കൂടിയും ട്രാവൽ ബാൻ നിലനിൽക്കും. അതാണ് പ്രശ്നം. പിന്നെ ഈ ക്രെഡിറ്റ് കാർഡുകൾ നമ്മൾ സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയാവുന്ന ഒരു കാര്യം, ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഞങ്ങൾ സെറ്റിൽ ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞാൽ, എൻഡ് ഓഫ് ദ ഡേ ഇത് ഡിസൈഡ് ചെയ്യേണ്ടത് ആരാണ്? ബാങ്കാണ്. അപ്പോൾ ബാങ്ക് തീരുമാനിക്കാതെ അത് ഒരിക്കലും സെറ്റിൽമെൻ്റ് ആവില്ല. ബാങ്കിൽ പോയിട്ട് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം, ആർക്കും നെഗോഷിയേറ്റ് ചെയ്യാം. അവരെ കണക്ക് പ്രകാരം ഒത്തിരി ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ്, അതല്ല പലിശയുടെ മുകളിൽ പലിശ, അങ്ങനെയൊക്കെ കാൽക്കുലേഷൻ അതുണ്ട്. അത് അതിൻ്റെ അടുത്ത് എഴുതിയിട്ടുണ്ട്. നമ്മൾ ക്രെഡിറ്റ് കാർഡ് വാങ്ങിക്കുന്ന സമയത്ത് വളരെ ചെറിയ കുനുകുന അക്ഷരത്തിൽ തന്നെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ ചെക്കും, ഇപ്പോൾ പണ്ടത്തെ പോലെ നമ്മുടെ പേഴ്സണൽ ചെക്കല്ല വാങ്ങിക്കുന്നത് ബാങ്ക് തന്നെ ചെക്ക് കൊണ്ടുവന്നിട്ട് ആ ചെക്കിലാണ് ഒപ്പിടിപ്പിച്ച് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ഞാൻ ചെക്ക് ഒപ്പിട്ടിട്ടില്ല, എനിക്കൊരു ഓർമ്മയില്ല, ഞാൻ ചെക്ക് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവരൊന്നുകൂടി ഇരുത്തി ചിന്തിച്ച് കഴിഞ്ഞാൽ, ഫ്ലാഷ് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇതിനകത്ത് ആ ഫോമിനകത്ത് ഒരു ചെക്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ചെക്ക് അവിടുന്ന് കൊണ്ടുവന്ന അവിടെ നിന്ന് ആ ബാങ്കിൻ്റെ അതത് ബാങ്കിൻ്റെ ചെക്ക് ഒപ്പിട്ട് കൊടുക്കുന്നതാണ്. ക്രെഡിറ്റ് കാർഡിന് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന സമയത്ത് മിനിമം എമൗണ്ട് ഡ്യൂ എന്ന് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് കൊണ്ടുപോയി അടയ്ക്കും. പക്ഷേ അതല്ല ശരിക്കും വേണ്ടത്. ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണോ അതെല്ലാ മാസവും ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കണം. പലർക്കും അറിയാമായിരിക്കാം, പക്ഷെ അറിയാത്ത പല ആൾക്കാരും ഉണ്ടാവും. ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എത്രയാണോ അത് ക്ലിയർ ചെയ്യുക. അത് ₹1 കുറഞ്ഞാൽ, $1 കുറഞ്ഞാൽ അതിൻ്റെ പേര് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. അതുപോലെ തന്നെ ഈ ട്രാവൽ ബാൻ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എമൗണ്ട് കൊടുത്ത് തീർക്കേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും പാസ്പോർട്ട് വെച്ച് കുറേ നൂലാമാലകളുണ്ട്, അതിലേക്കൊന്നും കിടക്കണ്ട. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം, കൃത്യമായി അടച്ചു പോവുക, ശ്രദ്ധിച്ച് യൂസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാനുള്ള സാധനമാണ് ക്രെഡിറ്റ് കാർഡ്. മണി കൊണ്ട് കഴുത്തിറക്കണോ കേക്ക് കട്ട് ചെയ്യണോ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മളാണ് ഡിസിഷൻ മേക്കർ. താങ്ക് യു.